ഹലോ മക്കളെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് വീക്ക് നമ്മുടെ ലാബൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം മിക്ക സ്കൂളിലും വെക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് അസിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വോളിമെട്രിക് അനാലിസിസ് ഏകദേശം 15 മാർക്കോളം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ലാബിലേക്ക് കയറുമ്പോൾ അസിമെട്രി അല്ലെങ്കിൽ വോളിമെട്രിക് അനാലിസിസിന് വേണ്ട ഏതൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കാം. എടാ, ഇതിൻ്റെ പേരാണ് ബ്യൂററ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇത് പിപ്പറ്റാണ്. പിന്നെ നിങ്ങൾ കയറുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എന്ന് പറയുന്ന സാധനം കാണും. പിന്നെ ഒരു ഫണൽ കാണും. ഇതിനാണ് ഗ്ലാസ് റോഡ് എന്ന് പറയുക. ഇത് പിന്നെ ഒരു കോണിക്കൽ ഫ്ലാസ്ക്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിയേജൻസ് ആണ്. ഒന്ന് ഫിനോഫ്തലിനും 2 മിഥൈൽ ഓറഞ്ചും. ഈ ഫിനോഫ്തലിനായിരിക്കും മിക്ക സ്കൂളിലും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ നേരെ ലാബിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ബ്യൂററ്റിനെ പിടിക്കുക. എന്നിട്ട് അവിടെ ഇതേപോലെ ഒരു ബീക്കറിനകത്ത് കുറച്ച് സൊല്യൂഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബ്യൂററ്റിലേക്ക് കുറച്ച് സൊല്യൂഷൻ ഒഴിക്കുക. ഓക്കെ, എന്നിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്യൂററ്റ് ശരിക്കും വാഷ് ചെയ്യുക അല്ലെങ്കിൽ റിൻസ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുക. അത് ജസ്റ്റ് ഇങ്ങനെ ബ്യൂററ്റിൻ്റെ എല്ലാ ഇടത്തിലേക്കും എത്തിക്കുക. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഓപ്പൺ ചെയ്ത് താഴ്ഭാഗം ഓപ്പൺ ചെയ്ത് കളയുക. ഇവിടെ ഈ ബ്യൂററ്റ് എന്ന് പറയുമ്പോൾ ഒരു 50 ml ഒരു ബ്യൂററ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ ബ്യൂററ്റ് നിറയ്ക്കണം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, അസിഡിമെട്രി ആണെങ്കിലും ആൽക്കലിമെട്രി ആണെങ്കിലും നമ്മുടെ ബ്യൂററ്റിലെടുക്കുന്ന സാധനം ആസിഡാണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ബ്യൂററ്റിലേക്ക് ഈ അസിഡിക് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും, നിറയ്ക്കും. നമ്മൾ നിറയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലൊരു 0 മാർക്കിംഗ് ഒക്കെ ഉണ്ട്. ആ മാർക്കിനെ എബോ രീതിയിൽ എത്തിച്ചു വെക്കുക. ഓക്കെ, ഇപ്പോൾ 0 മാർക്കിൻ്റെ എബോയിലാണ് ഞാൻ എത്തിച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം നമ്മൾ വോളിയം റീഡിംഗ് എടുക്കുമ്പോൾ ഈ ടിപ്പ് തൊട്ടാണ് നമ്മൾ റീഡിംഗ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് 0യുടെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ കറക്റ്റ് 0 നമ്മുടെ ഐ ലെവലിലേക്ക് ഈ 0 വെച്ചിട്ട് കറക്റ്റ് താഴെ ഓപ്പൺ ആക്കുമ്പോൾ കറക്റ്റ് നമുക്ക് എന്തിലേക്ക് എത്തിക്കാം, ആ ഒരു നോബ് 0യിലേക്ക് എത്തിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ലോവർ മിനിസ്കസ് എവിടെ നിൽക്കണം, 0യിൽ എത്തിക്കണം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ബ്യൂററ്റിൽ അസിഡിക് സൊല്യൂഷൻ 50 ml ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റാൻഡിലേക്ക് വെക്കുക. അപ്പോൾ നമ്മുടെ അസിഡിക് സൊല്യൂഷൻ പരിപാടി തീർന്നു. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ ബീക്കർ എന്ന് പറയുന്ന സാധനത്തിൽ ഒരു ചെറിയ ml ഇങ്ങനെ ഒരു ബീക്കറിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം അതെടുക്കുക. എന്നിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക്, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഒരു ഫണൽ ഉണ്ടായിരിക്കും, അവിടെ ഫണലും കാണും. ഈ ഫണലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനിടയ്ക്ക് ഒരു പേപ്പറൊക്കെ വെച്ചിട്ട്, ഒരു എയർ സർക്കുലേഷൻ വേണ്ടി ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഫണൽ ഇങ്ങനെ വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്മുടെ സൊല്യൂഷൻ ബീക്കറിലുള്ള കുറച്ച് സൊല്യൂഷനെ കാണത്തുള്ളൂ. അത് നമ്മൾ ഈ ഫണലിലൂടെ ഒരു ഗ്ലാസ് റോഡിൻ്റെ ഹെൽപ്പിലൂടെ ജസ്റ്റ് എവിടെയും പോകാതെ കറക്റ്റ് സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ എന്ത് ചെയ്തു, നമ്മൾ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലുള്ള ഈ സൊല്യൂഷനെ 100 ml ആക്കുക എന്നുള്ളതാണ്. ആ 100 ml ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഡ്രോപ്പിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക. ഇങ്ങനെ ആഡ് ചെയ്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ ഇവിടെയും ഒരു മാർക്ക് ഉണ്ട്. ആ മാർക്കിലേക്ക് കറക്റ്റ് എത്തിച്ച് നിർത്തുക. ഓക്കെ, കറക്റ്റ് നിങ്ങൾ ഡ്രോപ്പ് വൈസ് ആഡ് ചെയ്താൽ മതി. 100 ml എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. നല്ലപോലെ ഷെയ്ക്ക് എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ഈ കോൺസെൻട്രേഷൻ യൂണിഫോം കോൺസെൻട്രേഷൻ ആക്കാൻ വേണ്ടിയാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതേപോലെ ക്ലോസ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി അടുത്ത പരിപാടി നമ്മുടെ പിപ്പറ്റ് വെച്ചുള്ള പരിപാടിയാണ്. പിപ്പറ്റ് എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഓപ്പൺ ആക്കുക. ഇതിൽ നിന്ന് പിപ്പറ്റ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ ബോട്ടത്തിൽ മുട്ടുന്ന രീതിയിൽ ചെയ്യുക. കറക്റ്റ് ബോട്ടത്തിൽ കൊണ്ട് മുട്ടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പിപ്പ് ഔട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് സൊല്യൂഷൻ പിപ്പ് ഔട്ട് ചെയ്യുകയാണ്. ഏകദേശം ഞാൻ കുറച്ച് സൊല്യൂഷൻ പിപ്പ് ഔട്ട് ചെയ്തിട്ട് നമ്മളെ ഇവിടെ ഈ നോബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൊല്യൂഷൻ പോലും വെളിയിലേക്ക് പോകത്തില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പിപ്പറ്റും റിൻസ് ഔട്ട് ചെയ്യും. ഈ പിപ്പറ്റും മക്കളെ നമ്മൾ എന്ത് ചെയ്യും, റിൻസ് ഔട്ട് ചെയ്യും. നല്ലപോലെ സൊല്യൂഷൻ കയറ്റി നമ്മൾ ഈ പിപ്പറ്റും എന്ത് ചെയ്തു, റിൻസ് ഔട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിൽ റിൻസ് ഔട്ട് ചെയ്ത സാധനം കളഞ്ഞു. എടാ, അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ നിന്ന് നമ്മൾ എത്ര ചെയ്യണം, ഒരു 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്യണം. ആ 20 ml എങ്ങനെ പിപ്പിട്ടെന്ന് വെച്ചാൽ, നമ്മുടെ പിപ്പറ്റിൻ്റെയും ഇവിടെ ആയിട്ടൊരു മാർക്കർ ഉണ്ട്, ജസ്റ്റ് ഒരു മാർക്ക് ഉണ്ട്. ആ മാർക്കിൽ ലോവർ മിനിസ്കസ് നിൽക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നിൽക്കി നോക്കാം. ജസ്റ്റ് അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിനെ ഏറ്റവും ബോട്ടത്തിൽ ടച്ച് ചെയ്ത് നിർത്തുക, അതാണ് സേഫ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിപ്പറ്റ് ഔട്ട് ചെയ്യുക. എല്ലാവർക്കും ഒറ്റ ശ്വാസത്തിലൊന്നും വലിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് ബ്രീത്തൊക്കെ എടുത്തിട്ട് 2 വട്ടം ചെയ്യുക. ഇപ്പോൾ ഞാൻ ഏകദേശം 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്തിട്ട്, നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ മാർക്കിനെ കുറച്ച് എബോ ആക്കി വെക്കുക. എന്നിട്ട് പതുക്കെ ഈ കൈകൾ ഓപ്പൺ ആക്കിയിട്ട് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 20യുടെ ലെവലിൽ സെറ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുക. ഈ കോണിക്കൽ ഫ്ലാസ്ക് എടുത്തു. ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്ത സൊല്യൂഷൻ നേരെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇതിലെ 20 ml സൊല്യൂഷൻ നമ്മൾ എന്ത് ഇതിലേക്ക് ചെയ്തു, കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു.
ലാസ്റ്റ് കുറച്ച് ഡ്രോപ്സ് ഉണ്ട്. ആ ഡ്രോപ്സ് കൂടെ നമ്മുടെ ക്ലോണിക്കൽ ഫ്ലാസ്കിലേക്ക് വിടാൻ വേണ്ടി കോണിക്കൽ ജസ്റ്റ് 2 ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ലാസ്റ്റ് ഡ്രോപ്ലെറ്റ് നമ്മുടെ ക്ലോണിക്കൽ ഫ്ലാസ്കിൽ വീഴുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് മിക്കപ്പോഴും കാണാൻ ചാൻസ് ഫിനോഫ്തലിൻ എന്ന് പറഞ്ഞ ഒരു കളർലെസ് സൊല്യൂഷനാണ്. മിഥൈലോർജ് ഉണ്ട്, നമുക്ക് ഫിനോഫ്തലിൻ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിനോഫ്തലിൻ ഓപ്പൺ ആക്കുക. എന്നിട്ട് ജസ്റ്റ് 2 ഡ്രോപ്പ് മാത്രം, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം, 2 ഡ്രോപ്പ് മാത്രം എന്ത് ചെയ്യുക, ഫിനോഫ്തലിൻ നമ്മുടെ ക്ലോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഒഴിക്കുക. ഓക്കെ, ഞാനൊരു 2 ഡ്രോപ്പ് ഒഴിച്ചപ്പോൾ മക്കളെ ഇതിൻ്റെ കളർ എന്തായിട്ട് മാറി, ഒരു പിങ്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ടൈട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ പോവുക. അപ്പോൾ ഇതിപ്പോൾ പിങ്ക് കളറായിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ബേസിക് സൊല്യൂഷനാണ്. അപ്പോൾ ബേസിക് സൊല്യൂഷൻ സത്യം പറഞ്ഞാൽ നമ്മളിവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബേസിക് സൊല്യൂഷനാണ്, നമ്മുടെ ബ്യൂററ്റിലുള്ള ഒരു അസിഡിക് സൊല്യൂഷനാണ്. ഇത് രണ്ടുകൂടെ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. അതായത് ഈ പിങ്ക് കളർ ഡിസപ്പിയർ ചെയ്യുന്ന ആ മൊമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോണിക്കൽ ഫ്ലാസ്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റാൻഡ് സെറ്റ് ചെയ്തു, ബ്യൂററ്റ് സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനെ ഷേക്ക് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ ജസ്റ്റ് നമ്മളിങ്ങനെ കറക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പതുക്കെ നോബ് തുറക്കുക, പതുക്കെ ജസ്റ്റ് ഡ്രോപ്പ് എന്ത് ചെയ്യുക, നോബ് വിടുക. എന്നിട്ട് നമ്മൾ ഇത് ഷേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ പിങ്ക് കളർ ഉണ്ട്, നമ്മൾ നല്ലപോലെ ഷേക്ക് ചെയ്യുക, നല്ലപോലെ ഷേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെയും എന്ത് ചെയ്തു, റിൻസ് ചെയ്തുകൊണ്ടേ ഇരുന്നു. യെസ്, ഏകദേശം മക്കളെ ഒരു 16 ml ഒക്കെ ആയപ്പോൾ ഇതിലെ പിങ്ക് കളർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് എന്ത് ചെയ്തു, ഇതിൻ്റെ റീഡിങ് കറക്റ്റ് നോക്കി. അപ്പോൾ എനിക്ക് കറക്റ്റ് ഏകദേശം 16.3 ml എന്നാണ് കിട്ടിയേക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി പാർട്ടാണ് നമ്മൾ ബാക്കി വീഡിയോയിലൂടെ കറക്റ്റ് അതിൻ്റെ ടേബിളാർ കോളമൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.